സെക്ഷനിൽ എന്താ പഠിക്കാൻ പോണെന്ന് വെച്ചാൽ മാക്രോസ് ആണ്. മാക്രോസ് എന്താന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പൊ മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പീസ് ഓഫ് കോഡാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാണ്. ആ നെയിം എഴുതിയിട്ടുള്ളത് ആ മാക്രോ എഴുതിയെടുത്ത് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മാക്രോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാക്രോ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആഷ് ഡിഫൈൻ എന്നുള്ള ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് മാക്രോ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലേഷൻ സ്റ്റെപ്പിലല്ല, പ്രീ പ്രോസസർ സ്റ്റേറ്റിലാണ് ഇത് റീനെയിം ചെയ്യല്ല, റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മാക്രോ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാക്രോ ഡെഫിനിഷൻസ് need not be terminated by സെമിക്കോളൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മാക്രോയിൽ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഇനി എന്താ പറഞ്ഞാൽ പ്രോഗ്രാമിൽ നോക്കാം ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇതാ ഞാനിത് ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിമിറ്റ് ആണ് മാക്രോ ഡെഫിനിഷൻ. ഓക്കെ. അപ്പൊ ഈ ലിമിറ്റിന് നമ്മൾ 56 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ സെമിക്കോളൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? സെമിക്കോളൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സെമിക്കോളൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ സെമിക്കോളൻ മാറ്റിയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുക. അപ്പൊ എന്താ 56 എന്നുള്ള വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് ഇതിന് മാത്രമല്ല, അപ്പൊ വേറെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ, ഓക്കെ, മിനിമം, ഓക്കെ, എ ബി എന്നിട്ട് ഞാൻ കൊടുത്തു വിചാരിക്കാം ഒരു ഇത്. അപ്പൊ എന്തുണ്ടാവുക? പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി. ഞാൻ ഇത് നോക്കുകയാണ്. എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ അങ്ങനെയാണെങ്കിൽ എ ബി ഇങ്ങനെയല്ലേ വരിക? ഓ അപ്പൊ ഞാൻ ഇന്റ് മാക്സ് എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ. എന്നിട്ട് മാക്സ് അല്ല, മിനിമം അല്ല നമ്മൾ കൊടുത്തുള്ളത്, മിനിമം. ഇവിടെ മാക്സ് ആക്കട്ടെ. മാക്സ് ഈക്വൽ ടു മാക്സ് എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സി ഡി എന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ. ഇന്റ് സി ഈക്വൽ ടു 10, ഇന്റ് ഡി ഈക്വൽ ടു 2. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ സ്ലാഷ് കൊടുത്തിട്ടില്ല. സോറി, കണ്ട 10 എന്നുള്ള വാല്യൂ ആണ് നമുക്കിപ്പോ പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ മാക്സ് എന്നുള്ളത് എന്താ ചെയ്യാം? ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യുന്ന എന്തായിരിക്കും വരിക? ഈ എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് ബി എന്നുള്ളതായിരിക്കും വരിക. അപ്പൊ ഇനി നമുക്ക് അപ്പൊ മാക്രോസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്താന്നുള്ളത് പഠിക്കേണ്ടത് മൾട്ടി ലൈൻ മാക്രോസ്. മൾട്ടി ലൈൻ മാക്രോസ് എന്താന്നുള്ളത്, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് മാക്രോയിൽ ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. If you put a space between the macro name and the parenthesis in the macro definition, then the macro will not work. ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ പ്രീ ഡിഫൈൻഡ് മാക്രോസ് ആണുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ നമ്പർ. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് മാക്രോസ്. അതായത് ചില മാക്രോസ് നമ്മുടെ
ലിനക്സിൽ എന്ന് പറഞ്ഞാൽ ഈ GCC ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആണ്. അതാണ് ഈ ലൈന്, ഫയല്, ഡേറ്റ്, ടൈം ഒക്കെ. അപ്പൊ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏത് പ്രോഗ്രാമിലുള്ള ലൈൻ നമ്പർ ഒന്ന് പ്രിന്റ് ചെയ്യും. ഫയൽ എന്നാണെങ്കിൽ ഫയൽ നെയിം പ്രിന്റ് ചെയ്യും. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് പ്രിന്റ് ചെയ്യും. ടൈം എന്ന് പറഞ്ഞാൽ ടൈം പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കി നോക്കാം. ഇതില് നോക്കി നോക്കാം. അതാ ഫയല് ലൈനല്ല ആദ്യം. അപ്പൊ ലൈൻ നമ്പർ ഓക്കെ ഈക്വൽ ടു %d. കണ്ട ലൈൻ നമ്പർ എന്ന് എഴുതിയിട്ട് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ 14. 14 പിന്നെ അതാണ് ലൈൻ നമ്പർ പ്രിന്റ് ചെയ്തത്. ഇനി പറഞ്ഞ ഡേറ്റ്. ഡേറ്റ് ഈക്വൽ ടു %s. ഡേറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രീ ഡിഫൈൻഡ് മാക്രോസ് നമുക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യാം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടി ലൈൻസ് അല്ലേ നമ്മളിപ്പോ പഠിച്ച്. മൾട്ടി ലൈൻസിന്റെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ,